വിശാഖം നക്ഷത്രവും നക്ഷത്രാധിപനായ വ്യാഴത്തിനും ബലമുണ്ടെങ്കിൽ ഒന്നാമത്തെ ഇവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഉന്നതമായിട്ടുള്ള ലക്ഷ്യബോധമാണ്. ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധമുള്ളവരും അത് നേടിയെടുക്കാൻ വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുന്നവരും, അല്ലെങ്കിൽ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ 3 നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമായതിനാൽ സ്വാഭാവികമായിട്ടും ഉയർന്ന ചിന്തകളും അതേപോലെ തന്നെ നല്ല കാഴ്ചപ്പാടുകളും ജ്ഞാനവും ഇവർക്കുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഊർജ്ജസ്വലതയാണ് രണ്ടാമത്തത്. ദേവന്മാരുടെ അധിപനായിരിക്കുന്ന ഇന്ദ്രൻ്റെ നക്ഷത്രം, അല്ലെങ്കിൽ അഗ്നിയുടെ നക്ഷത്രം, അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ ഭാര്യയായിരിക്കുന്ന ഇന്ദ്രാണിയുടെ നക്ഷത്രം. ദേവസദസ്സിലെ രാജാവാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലല്ലോ. കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ ടോപ്പ് ലെവലിലിരിക്കുന്ന ആൾ. അപ്പം എന്നാൽ സുഖഭോഗങ്ങളിൽ താല്പര്യമുണ്ടാവും. ഊർജ്ജസ്വലതയോടും ഉത്സാഹഭരിതരുമായിരിക്കും. ഇറങ്ങി തിരിച്ചാൽ ഇവർ അടിപൊളിയാണ്. ഇറങ്ങി തിരിക്കാൻ ഇച്ചിരി പാടാണ്. ഇറങ്ങി തിരിച്ചാൽ അടിപൊളിയാണ്. നന്നായിട്ട് ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഏത് കാര്യത്തെയും അവർക്ക് ആ ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉന്മേഷത്തോടുകൂടി കഷ്ടപ്പെട്ടാലും അത് സാധിച്ചെടുക്കും. അതിനൊരു പ്രത്യേക കഴിവുണ്ട്. വാക്ചാതുര്യവും ആകർഷകത്വവുമാണ്. മറ്റുള്ളവരുടെ അടുത്ത്, അതായത് പ്രത്യേകിച്ച് മറ്റുള്ളവരുമായി നന്നായിട്ട് സംസാരിക്കാനും അവരെ തങ്ങളിലേക്ക് ആകർഷിക്കാനും ഒരു പ്രത്യേക കഴിവുണ്ട് ഇവർക്ക്. ഇവരുമായിട്ട് ഇടപെടുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്നേഹം തോന്നും. വ്യാഴത്തിനൊക്കെ ബലം കൂടിയിട്ടാണ് വിശാഖ നക്ഷത്രത്തിൽ ജനിക്കുന്നതെങ്കിൽ ഈ എടുത്തിയാട്ടവും ഇച്ചിരി ദേഷ്യവും ഒക്കെ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വളരെ സിൻസിയറായിട്ടുള്ള ആൾക്കാരാണ്. ഇവരെ സഹിക്കാൻ ഇച്ചിരി പാടാന്നാണ് വീട്ടിലുള്ളവർ പറയുന്നത്. പുറത്തുള്ളവരല്ല, വീട്ടിലുള്ളവർ പറയുന്നത് സഹിക്കാൻ പാടാണ്. പക്ഷേ അത് ഇവർ പറയുന്നത് മനസ്സിലാക്കി ഇവരെ ഒരു താളത്തിന് ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല സ്നേഹമുള്ള ആൾക്കാരവർ. അതുകൊണ്ട് തന്നെ ഇവർ ഈ പുറമേ ഉള്ള ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം വീട്ടിലാണല്ലോ കാണുന്നത്. അപ്പോൾ ഈ പുറമേ ഉള്ള ആൾക്കാരുമായിട്ട് ഇടപെടുന്ന സമയത്ത് ഇവരുടെ ആ ഇടപഴകുന്ന രീതി കാണുമ്പം നാച്ചുറലി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇവരെ. ഇവരുടെ സംസാര രീതി കാണുമ്പം ഇവരുടെ ഒരു തലയെടുപ്പുണ്ടാവും. വിശാഖം സുബ്രഹ്മണ്യ സ്വാമിയുടെ നക്ഷത്രമാണെന്ന് പറയുന്ന ഒരു പക്ഷവുമുണ്ട്. അപ്പോൾ ആ ഒരു ഗൗരവം ഇവർക്കുണ്ടാവും.